പ്രസവം വളരെ നിസ്സാരാന്നും എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന്. ഏത് ബോധല്ലേ അതിനത് പറഞ്ഞേ? എന്തും മാറാടോ കാറാടോ അങ്ങനെ ഇങ്ങനെയുണ്ട മഹാന്റെ പേര്. എന്ത് പുല്ലെങ്കിലാവട്ടെ, അവനമ്മയും ഭാര്യമൊന്നുമില്ലേ? ഉണ്ട്. ഇനി ഇവന്റെ അമ്മ ഇവന് മൊട്ടിട്ടതാണോ? അത് വഴിയില്ല, അതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവൂലോ. അവറ്റങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത കാരണം ഇവനെപ്പോലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവറ്റങ്ങളൊക്കെ ഈ മാറാടിനൊക്കെ പറന്നടിച്ചേനെ. ഓരോരോ കൃമികളെ. പ്രസവിക്ക് എളുപ്പല്ലേന്നും പറഞ്ഞിട്ട് എന്റെ ഭർത്താവ് എനിക്ക് ഇരിക്കപ്പുറത്തും കിടക്കപ്പുറത്തും വരുന്നില്ലാന്നേ. എന്താ ചെയ്യാ? ഓരോരുത്തർക്കും ഓരോന്നിരുന്ന് വിളിച്ചു പറയല്ലേ വേണ്ടോ? നമ്മൾ പെണ്ണുങ്ങളെ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടത്. അല്ല, നിന്റെ 3 പ്രസവത്തിനും നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എവിടുന്ന്? 2 കൊല്ലം കൂടുമ്പോ ആള് ലീവിന് വരും, ഞാൻ ഗർഭിണിയാവുകയും ചെയ്യും. പിന്നെ ആള് കുട്ടീനെ കാണുന്നത് 1-2 വയസ്സാകുമ്പോളാ. വന്നു കഴിഞ്ഞാ പിന്നെ അടുത്ത പണി കിട്ടുകയും ചെയ്യും. അവളുടെ ഒരു സുഖേ. വേറെ കാര്യത്തിനൊക്കെ സുഖമുണ്ട്. ലേബർ റൂമിൽ കയറുമ്പോളാ ആ രസമൊക്കെ മാറണത്. പ്രസവിക്കുന്ന സമയത്തെങ്കിലും ആളുണ്ടായിരുന്നെങ്കിൽ 4ാമതൊരു കുട്ടി വേണ്ടാന്ന് പറഞ്ഞേനെ. പ്രസവം എന്ന് പറയണതേ ആണുങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഇരുന്ന് എൻജോയ്മെന്റ് എന്ന് പറയില്ലായിരുന്നു. അത് നീ പറഞ്ഞ ശരിയാ. എന്ത് രസമായിരിക്കില്ലേ നമ്മുടെ ഭർത്താക്കന്മാരെ നിലവിളി ലേബർ റൂമിൽ നിന്ന് കേൾക്കാൻ. ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും നമുക്ക്. പ്രസവിക്കുന്ന സമയത്തെ കാര്യമൊന്നും ഞാൻ ആലോചിച്ചു പോവാ. എന്തൊരു വേദനയായിരുന്നു. എനിക്ക് ചവിട്ടുനാടകം അറിയാന്നേ അന്നാണ് മനസ്സിലായത്. ഞാൻ പിന്നെ ഓട്ടം തുള്ളലും ഓടലും അലർച്ചയും 2 ദിവസം. ഞാൻ പിന്നെ ഒറ്റ ദൈവങ്ങൾക്കും സ്വൈര്യം കൊടുത്തിട്ടില്ല. അന്റെ അലർച്ച കേട്ടിട്ട് കൃഷ്ണൻ വരെ ഓടിപ്പോയെന്ന് തോന്നുന്നത്. വല്ലാത്ത എൻജോയ്മെന്റ് ആയിരുന്നില്ലേ നമ്മുടെ പ്രസവ സമയത്ത്.